എല്ലാവർക്കും മോസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇതൊരു ടോപ്പ് നെക്കാണ്. ഇതിൻ്റെ കഴുത്തിറക്കം 7 ഇഞ്ചും കഴുത്തകലം 3 ഇഞ്ചുമാണ്. 7 ഇഞ്ചിൻ്റെ അവിടുന്ന് 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തണം. അതുപോലെ സൈഡിൽ നിന്ന് ഇതുപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതിനുശേഷം ഈ 1 ഇഞ്ചും താഴത്തെ 1 ഇഞ്ചും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതിനുശേഷം അത് ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് മുകളിലേക്കും 1 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തണം. അത് ഈ സൈഡിൽ നിന്ന് 2 ഇഞ്ച് വരുന്ന രീതിയിലാണ് അത് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിനുശേഷം ആ താഴത്തെ പോയിൻറ്റുമായിട്ട് അത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും 3 ഇഞ്ചിന് നമുക്ക് ഒരു അടയാളം ഇട്ട് കൊടുക്കാം. ആ 3 ഇഞ്ചിനിടുന്ന അടയാളവും മുകളിൽ നിന്ന് ഉള്ള കഴുത്തകലവും തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് 1 ഇഞ്ച് വീതിക്ക് നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ അടയാളപ്പെടുത്തി ഇവിടെ എല്ലാം ഇതുപോലെ അടയാളപ്പെടുത്തണം. താഴത്തെ ഭാഗത്തേക്കും 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതിനുശേഷം ഇങ്ങനെ ഇവിടെ എല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ അടയാളപ്പെടുത്തിയ പോയിൻറ്റുകൾ തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഭാഗം അല്പം ഇങ്ങനെ വളച്ച് വരച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പുറം ഭാഗത്ത് വരച്ചിരിക്കുന്ന ആ ലൈനിൽ കൂടിയാണ് നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി ഉൾവശവും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇത് മെയിൻ തുണിയുടെ ഒരു പീസിൽ വെച്ച് നമുക്കിത് തേച്ചെടുക്കാം. ബാക്ക് കഴുത്ത് ഇതാണ്. ഇത് 6 ഇഞ്ച് ഇറക്കത്തിൽ 3 ഇഞ്ച് കഴുത്തകലത്തിലാണ് ഇതും വെട്ടിയെടുത്തിരിക്കുന്നത്. ഇത് കനം കുറഞ്ഞ വക്രത്തിലാണ് വെട്ടിയിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ വെട്ടിയെടുത്തിരിക്കുന്നത് നല്ല കനമുള്ള ഷർട്ടിൻ്റെയൊക്കെ കോളർ വെക്കുന്ന സൈസ് വക്രത്തിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇത് രണ്ടും തേച്ച് ഒട്ടിച്ചെടുക്കുന്നു. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാം. അതിനുശേഷം ഈ കോർണർ വരുന്ന ഭാഗത്ത് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കണം. ഇനി ഇത് തയ്ച്ചെടുക്കാം. ഈ വക്രത്തിൻ്റെ അകത്തുകൂടി സൈഡിൽ കൂടി കോർണർ വരുന്ന ഭാഗം എല്ലാം കുത്തി നിർത്തി ഇതുപോലെ അടിച്ചെടുക്കണം. ഇതിൻ്റെ ഈ അകത്തോടെയാണ്, വക്രത്തിൽ അടിക്കുന്നില്ല, വക്രത്തിൻ്റെ അകത്തോടെയാണ് നമ്മൾ ഇത് അടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇതിനകം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കോർണർ വരുന്ന ഭാഗം അതിങ്ങനെ ചെരിച്ച്, തുണി ഒത്തിരി കിടക്കാതെ കൊണ്ട് ഇങ്ങനെ ചെരിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ കോർണർ വഴി ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് വിടാം. ഏറ്റവും താഴത്തെ ഭാഗത്ത് ഇതുപോലെ നല്ലപോലെ കട്ടിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ മറിച്ചിട്ട് കഴിയുമ്പോൾ അത്രയ്ക്ക് വൃത്തി വരികയില്ല. വൃത്തിയായിട്ട് കിട്ടാനാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കെല്ലാം കട്ടിട്ട് കൊടുക്കുന്നത്. ഈ അരികിൽ ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ഈ വക്രം പൊളിച്ചെടുത്ത് അതും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ, അവിടെ ഭയങ്കര കട്ടിയായിരിക്കും. 2 സൈഡ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ സൂചിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇനി എല്ലാ ഭാഗവും ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് എടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ സൈഡ് വഴി ഓരോ കുഞ്ഞ് അടുപ്പിട്ട് കൊടുക്കുക. ഇത് അകത്തോടെ നമുക്ക് അടിച്ച് മറിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. അങ്ങനെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു കഴുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇതാണ് ഇതിൻ്റെ നല്ല വശമായിട്ട് ഇപ്പം ഞാൻ തയ്ച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മറുഭാഗം ഇങ്ങനെയാണ്. ഈ സൈഡിൽ അകത്തുനിന്ന് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുത്താലും നമുക്ക് പുറത്തേക്ക് നല്ലൊരു ഡിസൈനിൽ ഈ കഴുത്ത് ഉപയോഗിക്കാം. വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.